സ്ത്രീകൾക്ക് ഇസ്ലാം കൊടുത്ത അത്ര പ്രാധാന്യം ഒരു മതമോ ഒരു ഗ്രന്ഥമോ ഒരു രാജ്യമോ കൊടുത്തിട്ടില്ല. ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടി പെണ്ണാണെങ്കിൽ അവർക്ക് സ്വർഗമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ആ പുരുഷൻ അവന്റെ ദീനിന്റെ പകുതിയും പൂർത്തിയാക്കി എന്ന് പഠിപ്പിക്കുന്നതും ഇതേ ഇസ്ലാം തന്നെയാണ്. ഇതേ സ്ത്രീ ഒരു ഉമ്മയായി മാറിയാൽ ആ ഉമ്മയിൽ സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കുന്നതും ഇസ്ലാം തന്നെയാണ്. എന്തിനേറെ പറയണം, ഇസ്ലാം ആദ്യമായി സ്വീകരിക്കുന്ന വ്യക്തിത്വം എന്ന് പറയുന്നതും ഒരു സ്ത്രീ തന്നെയാണ്. ഇസ്ലാം സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിടത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി പണിതത് ഫാത്തിമ അൽ ഫിഹ്രി എന്ന് പറയുന്ന ഇസ്ലാമിക സ്ത്രീയാണ്. അപ്പോ പ്രശ്നം ഇസ്ലാമിനല്ല, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ നിങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് പ്രശ്നമുള്ളത്.